സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയിൽ യേശുവിന്റെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന ഏതാണ്ട് 1000-ഓളം വർഷം പഴക്കമുള്ള അപൂർവ സ്വർണ്ണ നാണയം കണ്ടെത്തി. മുൻപ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും 1600 മൈൽ അകലെയുള്ള വെസ്റ്റേ സ്ലിഡ്രെ മലയിൽ നിന്നുമാണ് മെറ്റൽ പുരാവസ്തു വിദഗ്ധൻ നാണയം കണ്ടെത്തിയതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നാണയം ബൈസൈന്ത്യൻ കാലഘട്ടത്തിലേതെന്നാണ് അനുമാനം. വാഴുന്നവരുടെ രാജാവായ യേശുക്രിസ്തു എന്ന ലാറ്റിനിലും ബേസിലും കോൺസ്റ്റന്റൈനും റോമാക്കാരുടെ ചക്രവർത്തിമാർ എന്ന ഗ്രീക്കിലും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ബൈസ്റ്റൈൻഡൈൻ ഹിസ്റ്റാമെനോൺ നോമിസ്മ എന്നാണ് ഈ നാണയം അറിയപ്പെടുന്നതെന്നും ഇൻലാൻഡൈറ്റ് കൗണ്ടി മുനിസിപ്പാലിറ്റി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഈ വർഷം ക്രിസ്മസ് ശുശ്രൂഷകൾ നടത്താൻ ബുദ്ധിമുട്ടുന്ന ക്രൈസ്തവരെ പിന്തുണയ്ക്കാൻ പ്രാദേശിക സർക്കാരുകളോട് ആവശ്യപ്പെട്ട ഇന്തോനേഷ്യൻ മാനവ വികസന സാംസ്കാരിക മന്ത്രി മുഹാജിർ എഫൻഡി എല്ലാ മതവിഭാഗക്കാർക്കും അവരുടെ ആരാധനകൾ സുരക്ഷിതമായ രീതിയിൽ നടത്തുവാനുള്ള അവകാശം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നതിൽ ക്രിസ്ത്യാനികളും ക്രൈസ്തവ ദേവാലയങ്ങളും കഴിഞ്ഞ വർഷം വലിയ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഇത് ആവർത്തിക്കുവാൻ ഈ വർഷം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിവേചനം തടയാൻ താൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരേ സേവനം ലഭിക്കണം. വിവേചനം പാടില്ല. ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്ക് ആരാധന നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും മതകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സർക്കാർ അവ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവം ജീവിതത്തിൽ ചൊരിയുന്ന പുണ്യങ്ങൾ സ്വീകരിച്ച് മുന്നേറാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ഗ്വാഡലൂപ്പെ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിമധ്യേ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. പരിശുദ്ധ കന്യക ജുവാൻ ഡിയോഗോയോട് പറയുന്നത് പൂക്കൾ ശേഖരിക്കാനാണ്. ആധ്യാത്മിക തലത്തിൽ പൂക്കൾ എന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകരുന്ന പുണ്യങ്ങളുടെ പ്രതീകമാണ്. അവ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ലെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഇവിടെ പൂക്കൾ ശേഖരിക്കുന്നതിലൂടെ നാം ആ പുണ്യങ്ങൾ ശേഖരിച്ച് നമ്മുടെ ലോലമായ യാഥാർത്ഥ്യങ്ങളെ നന്മ പ്രവർത്തനങ്ങൾ കൊണ്ടും വെറുപ്പും ഭയവും ഇല്ലാതാക്കിക്കൊണ്ടും സുഗന്ധപൂരിതമാക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു. ബദനി സന്യാസി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ആ പദവി വഹിച്ചിരുന്ന ഡോക്ടർ മത്തായി കടവിലിനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂനെക്കട്കി ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായി നിയമിച്ചതിനെ തുടർന്നാണ് ഇത്. ബദനി നവജീവൻ പ്രൊവിൻസ് അംഗമായ ഫാദർ ഗീവർഗീസ് കുറ്റിയിൽ കാനൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. ബദനി നവജീവൻ പ്രൊവിൻസിന്റെ സുപ്പീരിയറായും പൂനെ ബദനി വേദവിജ്ഞാന പീഠം ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബദനി ആശ്രമത്തിന്റെ 1ാം കൗൺസിലറായി ശുശ്രൂഷ ചെയ്തു വരുന്നതിനിടെയാണ് പുതിയ നിയമനം. മരണശേഷം റോമിലെ മേരി മേജർ ബസിലിക്കയിൽ തന്നെ കബറടക്കണമെന്നും അന്ത്യകർമ്മങ്ങൾ ലളിതമായിരിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ മെക്സിക്കോയിലെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പ തന്റെ ആഗ്രഹം വ്യക്തമാക്കിയത്. പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തി പുലർത്തുന്ന ഫ്രാൻസിസ് പാപ്പ പ്രധാനപ്പെട്ട അവസരങ്ങളിലെല്ലാം റോമിലെ മേരി മേജർ ബസിലിക്കയിൽ പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ട്. വിദേശയാത്രകൾക്ക് മുമ്പും ശേഷവും ഇവിടെ എത്തുന്നത് പാപ്പായുടെ പതിവാണ്. അടുത്ത വർഷം ബെൽജിയം, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്നും പാപ്പ വെളിപ്പെടുത്തി. കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരിക്കുന്നവർക്ക് കഴിയണമെന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് മാനന്തവാടിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര നടത്തുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.